ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ട്രഡീഷണൽ ആണെങ്കിലും ഇപ്പോഴത്തെ തലമുറയിലും ഉണ്ടാക്കി വരുന്ന ഈ ഇലയട നല്ല ചൂടോടെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിനായിട്ട് 1 കിലോ വെല്ലം 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കാനായി വെച്ച് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള തേങ്ങ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഉരുകാനായി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തതാണ്. പകുതി ഉരുകി വന്നിട്ടുണ്ട്. അത് ഫുള്ളായി അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊക്കെ അലിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് തേങ്ങ ചിരവിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടാകുന്ന പൊടികളൊക്കെ മാറ്റിക്കളയാനാണ് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. എല്ലാവർക്കും ഈ പ്രോസസ്സ് അറിയാവുന്നത് തന്നെ ആയിരിക്കും. ഇലയട ഉണ്ടാക്കാനും എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ അരിച്ചൊഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തതാണ്. നന്നായി തിള വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. വലിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ വേഗം അടുക്കി പിടിച്ചു പോവും. ഇടയ്ക്കിടെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വെല്ലവുമായി നന്നായി അലിഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. അധികം തന്നെ ഉണ്ടാക്കിയതാണ്. ആവശ്യത്തിന് ഇലയട ഉണ്ടാക്കാനും അവിൽ വിളയിക്കാനും ഒക്കെ നല്ലതാണ്. പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. ആവശ്യാനുസരണം അവിലും പൊരിയൊക്കെ കുഴച്ചെടുക്കാനും നല്ലതാണ്. ഈ ഫില്ലിംഗ് എടുത്ത് ഞാൻ ഇലയട ഉണ്ടാക്കുന്നുണ്ട്. ഇലയൊക്കെ പറിച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും 3.5 അല്ല 4 കപ്പോ വെള്ളവും ചേർത്ത് നന്നായി ഒരു ലൂസായ പരുവത്തിൽ കുഴച്ചെടുക്കണം. പത്തിരിയേക്കാളും കുറച്ച് ലൂസായി പരത്തിയെടുത്ത് ഓരോ നാരങ്ങ വലിപ്പത്തിലുള്ള മാവെടുത്ത് ഇലയിൽ ഇതുപോലെ പരത്തിയെടുക്കണം. നല്ല വട്ടത്തിൽ നേർമയായി പരത്തിയെടുക്കണം. ടേബിൾ സ്പൂണോളം ഫില്ലിങ് ചേർത്ത് കൊടുത്ത് ഇല പകുതിയായി മടക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും വട്ടത്തിൽ പരത്തി ഫില്ലിങ്ങും ചേർത്ത് കൊടുത്ത് പകുതിയായി മടക്കിയെടുക്കണം. ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഫില്ലിങ്ങൊക്കെ ഒരു ഡബ്ബയിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തിട്ടുമുണ്ട്. എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുന്നോ അത്രയ്ക്കും തിന്നായിട്ട് പരത്തിയെടുക്കണം. എന്നാലേ ഇലയട വെന്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല രുചി ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ആവി വരുന്ന ചെമ്പ് അപ്പച്ചെമ്പിൽ വെള്ളം ഒരു 1/4 ഭാഗം വെള്ളം നിറച്ച് 1/4 ഭാഗമോ ഒരു 1/2 ഭാഗമോ വെള്ളം നിറച്ച് ചൂടാകാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് ഇലയട ഓരോന്നായി വെച്ച് കൊടുക്കാം. മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇലയട റെഡി ആയിട്ടുണ്ടാവും. ഉണ്ടാക്കി വെച്ചാൽ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ അവിലൊക്കെ കുഴച്ച് കഴിക്കാനും ഇടയ്ക്ക് ഇലയടയൊക്കെ ഉണ്ടാക്കി കഴിക്കാനും നല്ല എളുപ്പമാണ്. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.